എന്താ എന്ത് പറ്റി? അത് എന്ത് പറ്റി അമൃതേ? ഞാനൊരു സ്വപ്നം കണ്ടു. പേടിപ്പിച്ച് കളഞ്ഞല്ലോ താൻ. ഞാൻ ജോഗിങ്ങിന് പോകാൻ ഇറങ്ങുമായിരുന്നു, അപ്പോഴും നിലവിളി കേട്ടെ. എന്തോ കടുത്ത സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. സാരമില്ല, മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ ദുസ്വപ്നം കാണുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഒരുപാട് ടെൻഷനുള്ള ദിവസങ്ങളില് എനിക്കും ഇത് പതിവുള്ളതാ. ഇതങ്ങനെയല്ല മാഡം. ഞാനിപ്പോ അഖിലെ സ്വപ്നം കാണേണ്ട കാര്യം എന്താ? അഖിലയോ? ആ, അച്ഛൻ വയ്യാതെ കിടക്കുന്നു. അനിയത്തിമാർ അഭയാർത്ഥികളെ പോലെ മറ്റൊരു വീട്ടിൽ. എന്നിട്ടും ഭർത്താവിന്റെ കൂടെ സുഖമായിട്ടിരിക്കുന്ന അഖിലെ തന്നെ സ്വപ്നം കണ്ടത് എന്തായിരിക്കും? സ്വപ്നത്തിന് അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നും ഇല്ലടോ. മനസ്സിന്റെ ചില തോന്നലുകൾ അത്രേ ഉള്ളൂ. എന്നിട്ട് കാപ്പി കുടിക്കാൻ നോക്ക്, ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. മാഡം, എനിക്ക് ആ ഫോണും തരുമോ? അവളെ ഒന്ന് വിളിക്കാനാ. ആ ദാ. എടുക്കുന്നില്ല. ആ, ഒരു കാര്യം ചെയ്, ഫോൺ അമൃത കയ്യിൽ വെച്ചോ. ഞാൻ ജോഗിങ് കഴിഞ്ഞ് വരുമ്പോ തന്നാ മതി. പിന്നെ ഏതെങ്കിലും കോൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ മൈൻഡ് ചെയ്യണ്ട. ശരി ശരി. മാഡം. അഭി, ഞാനാ. അമൃത, എന്തു പറ്റി? ഞാൻ അഖിലെ 1-2 വട്ടം വിളിച്ചിരുന്നു, അവള് ഫോൺ എടുക്കുന്നില്ല. ഉറക്കത്തിലായിരിക്കും, സമയത്തിലായുള്ളൂ. അതൊന്നും അല്ല, അതിരാവിലെ എഴുന്നേക്കുന്ന ശീലം അവളുടേത്. പ്രത്യേകിച്ചും ആകാശിന്റെ വീട്ടിൽ അങ്ങനെ വൈകി എഴുന്നേക്കാനൊന്നും പറ്റില്ല. എന്തെങ്കിലും തിരക്ക് കാണുന്നേ? എത്ര തിരക്കായാലും ഒന്ന് ഫോൺ എടുത്തൂടെ? എടോ, താനിങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പേടിക്കുന്ന ശീലം ഒന്ന് മാറ്റിവെക്കണം. ഒരാൾ ഫോൺ എടുക്കാതിരിക്കുക എന്തൊക്കെ കാരണങ്ങളുണ്ടാവും. ഞാൻ ആകാശിനെ വിളിച്ചു, അത് സ്വിച്ച് ഓഫാ. ആകാശ് വീട്ടിലില്ല, അവൻ കോഴിക്കോട് പോയിരിക്കുക. ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളേക്കോ ആയിട്ട് അവൻ തിരിച്ചെത്തുള്ളൂ. അയ്യോ, അപ്പൊ പിന്നെ അഖിലെ കിട്ടാൻ എന്താ വഴി? താനൊരു കാര്യം ചെയ്യ്, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ശരി. സ്വിച്ച് ഓഫ് ആയല്ലോ, നേരത്തെ റിങ് ചെയ്തതാ. ഒന്ന് നിർത്തണേ. എവിടേക്കാ ചേട്ടാ? ടൗൺ വരെ ഒന്ന് പോണം. പമ്പിനടുത്താണോ? ആ, അതിനടുത്ത് തന്നെയാ. ചേട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. എനിക്ക് തിരിച്ച് കയറിയ സ്ഥലത്തേക്ക് തന്നെയാണ് പോകേണ്ടത്. അയ്യോ പെങ്ങളെ, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഓടിയില്ലെങ്കിൽ CC മുടങ്ങും, കഞ്ഞൂടി മുട്ടും. ഞാൻ ഒരുപാട് വൈകില്ല. എൻ്റെ അനിയത്തെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. എന്താ സംഭവിച്ചെന്ന് അറിയാനാ. ഞാൻ വെയിറ്റിംഗ് ചാർജ് തന്നോളാം. ശരി, പോയിട്ടോ. താങ്ക് യു.